ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 34. ഫഹാദിഹി അർബഅു സിഫാത്തിൻ വസഫല്ലാഹു ബിഹാ ഇബ്രാഹീമ. ഇത് ഈ 4 സിഫത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് വിശേഷണമായി പറഞ്ഞതാണ്. വഹിയ, ആ 4 സിഫത്തുകൾ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? അസിഫത്തുൽ ഉല, ഒന്നാമത്തെ വിശേഷണം എന്നത് അന്നഹു കാന ഉമ്മ, നിശ്ചയം അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്ത് ആയിരുന്നു. യാനി ഉദ്ദേശിക്കുന്നത് ഖുദ്വത്തുൻ ഫിൽ ഖൈർ, നന്മയിൽ മാതൃകയായിരുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി വഖാല അസ്സിഫത്തു സാനിയ, രണ്ടാമത്തെ സിഫത്ത് അന്നഹു കാന ഖാനിതൻ ലില്ലാഹി സാബിതൻ അല ത്വാഅത്തി മുഖ്ലിസൻ അമലുഹു ലില്ലാഹ്. അന്നഹു കാന ഖാനിതൻ ലില്ലാഹി, അള്ളാഹുവിൽ ഭക്ത്യാദരവുള്ള വ്യക്തിയായിരുന്നു. സാബിതൻ അല ത്വാഅത്തി, അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ സ്ഥിരപ്പെട്ട ആളായിരുന്നു. മുഖ്ലിസൻ അമലുഹു ലില്ലാഹ്, തൻ്റെ കർമ്മം, അവിടുത്തെ കർമ്മം അള്ളാഹുവിന് തനിച്ചാക്കിയവൻ, ഖലാസോടുകൂടി ചെയ്തവൻ ആയിരുന്നു. അങ്ങനെയുള്ളവരായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. അസിഫത്തു സാലിസ, മൂന്നാമത്തെ സിഫത്ത് വിശേഷണം അന്നഹു കാന ഹനീഫൻ, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫായിരുന്നു, ഋജുമാനസനായിരുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനോട് തിരിഞ്ഞ ആയിരുന്നു. മുഖ്ബിലൻ അലല്ലാഹി മൂരിളൻ അമ്മാ സിവ, അള്ളാഹുവിലേക്ക് മുന്നിട്ടവനും അള്ളാഹു അല്ലാത്തവരെ തൊട്ട് പിന്തിരിഞ്ഞ് കളഞ്ഞവനും ആയിരുന്നു. അസിഫത്തു റാബിയ, നാലാമത്തെ സിഫത്ത് അന്നഹു ലം യകു മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബഹുദൈവ വിശ്വാസികളിൽ മുശ്രിക്കുകളിൽ ഷിർക്ക് ചെയ്യുന്നവരിൽ പെട്ട ആളായിരുന്നില്ല. അതായത് ബരീഉം മിൻഹും വമിൻ ദീനിഹിം, അവരിൽ നിന്നും അവരുടെ ദീനിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒഴിഞ്ഞവനായിരുന്നു, മുക്തനായിരുന്നു എന്ന്. വഹാദാ ഹുവ തഹ്ഖീഖുൽ തൗഹീദ്, വഹാദാ ഹുവ തഹ്ഖീഖുൽ തൗഹീദ്, ഇതാണ് തൗഹീദിൻ്റെ യാഥാർത്ഥ്യം. യകൂനു ബിഹാദിൽ ഉമൂർ, ഈ കാര്യങ്ങൾ കൊണ്ടാണ് തൗഹീദ് യാഥാർത്ഥ്യമാകുന്നത്. വഅഅലമുഹ, അതിലേറ്റവും മഹത്തായത് അൽ ബറാഅത്തു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ബറാഅത്ത്, മുക്തിയാണ്. ഫമൻ തബറഅ മിനൽ മുശ്രിക്കീന, അപ്പോൾ ആരൊരുത്തൻ മുശ്രിക്കുകളിൽ നിന്ന് മുക്തനായോ, ഫമൻ ഫഹുവ മിമ്മൻ ഹഖഖ തൗഹീദ, അവൻ തൗഹീദ് ഏകദൈവവിശ്വാസം യാഥാർത്ഥ്യമാക്കിയവനാണ്. വലൗ കാനു അഖറബുൻ നാസി ഇലൈഹി, ആ മുശ്രിക്കുകൾ അവനോട് ബന്ധുത്വത്തിൽ കൂടുതൽ അടുത്തവനാണെങ്കിൽ ശരി, ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണെങ്കിൽ പോലും ഷിർക്കിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ്. ഇബ്രാഹിമു തബറഅ മിൻ നബിഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിൽ നിന്ന് ഒഴിഞ്ഞവനായി. അതാണ് ഖുർആൻ പറയുന്നത്, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വദ്കുർ, നബിയെ തങ്ങൾ പറയുക, ഓർക്കുക, ഫിൽ കിതാബി, അൽ കിതാബിൽ, ഇബ്രാഹിം അലൈഹിസ്സലാമെ, ഇന്നഹു കാന, നിശ്ചയം അദ്ദേഹമായിരുന്നു, സിദ്ദീഖൻ, സത്യസന്ധനായിരുന്നു, നബിയായിരുന്നു. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. إذ قال لأبيه, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബതി, ഓ പിതാവേ, ലിമ തഅബുദു, എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, മാ ലാ യസ്മഉ വലാ യുബ്സിറു, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തതിന്, വലാ യുഗ്നി, ഉപകാരപ്പെടാത്തതിന്, അങ്ക, താങ്കൾക്ക് ഷൈഅൻ, ഒന്നും, താങ്കൾക്കൊരു ഉപകാരമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കേൾക്കുകയോ കാണുകയോ ചെയ്യാൻ പറ്റാത്ത ഈ വിഗ്രഹങ്ങളെ താങ്കൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന്. ഇലാ ഇൻതഹത് അൽ മുഹാവറ ബിഖൗലി, ആ സംഭാഷണം അദ്ദേഹത്തിൻ്റെ ഈ വചനത്തോടു കൂടി അവസാനിക്കുന്നു. എന്താണ് അവസാനം പറയുന്നത്? വഅഅ്തസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹി വഅദഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. വഅഅ്തസിലുകും, നിങ്ങളെ ഞാൻ വിട്ടുപോകുന്നു. വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടുന്ന, പ്രാർത്ഥിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഞാൻ ഒഴിവാക്കുന്നു. വഅദഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ, എൻ്റെ റബ്ബിനോടുള്ള പ്രാർത്ഥന, ദുആ കൊണ്ട് ഞാൻ പരാജയനായേക്കില്ല എന്ന്. ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ്
വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യ ഫലമ്മ അഅ്തസലഹും. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ മുശ്രിക്കുകളിൽ നിന്ന് മുക്തനായപ്പോൾ, മുശ്രിക്കുകളെ കൈയൊഴിഞ്ഞപ്പോൾ, വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ അവരെന്തിനെയൊക്കെ ഇബാദത്ത് ചെയ്തു ആരാധിക്കുന്നുവോ അതിനെയൊക്കെ കൈയൊഴിഞ്ഞപ്പോൾ, വഹബ്നാ ലഹു, നാം അദ്ദേഹത്തിന് നൽകി ഇസ്ഹാഖ, ഇസ്ഹാഖിനെ മകനായി നൽകി, വയാഖൂബ, യാഖൂബിനെയും മകനായി നൽകി, വകുല്ലൻ ജഅൽനാ നബിയ്യ, അവരൊക്കെ നാം നബിമാരാക്കുകയും ചെയ്തു എന്ന്. മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻഹു. മൻ തറക, ആരൊരുത്തൻ ഉപേക്ഷിക്കുന്നുവോ ഷൈഅൻ, ഒരു സംഗതിയെ, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി, അവ്വലഹു അല്ലാഹു, അള്ളാഹു അതിന് പകരം നൽകുന്നതാണ്, ഖൈറൻ മിൻഹു അതിനേക്കാൾ ഉത്തമമായത്. ലമ്മ തബറഅ മിനൽ മുശ്രിക്കീന, മുശ്രിക്കുകളിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം കൈയൊഴിഞ്ഞ് അവരിൽ നിന്ന് മുക്തനായപ്പോൾ, അവ്വലഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ഇവള് പകരമായി നൽകി, ദുർരിയത്ത അംബിയാ, നബിമാരായിട്ടുള്ള സന്തതികളെ അദ്ദേഹത്തിന് നൽകിയെന്നാണ്. വല്യവും ജമാഅത്തുൻ യദ്ദഊന അന്നഹും ദുആത്തുൻ ഇലല്ലാഹ്, ഇക്കാലത്ത് ചില സംഘങ്ങളുണ്ട്, എന്ത്, അവർ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരാണെന്ന് പറയുന്നു. ലാ യതബറഊന മിനൽ മുശ്രിക്കീൻ, പക്ഷേ അവരെന്താ ചെയ്യുന്നത്, മുശ്രിക്കീങ്ങളിൽ നിന്ന് അവർ ബരി ആകുന്നില്ല. മാദാമു അലാ മൻഹജിൽ ഹിസ്ബി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വൽ വാജിബു അലൽ മുസ്ലിമി, അപ്പോൾ മുസ്ലിമിന് നിർബന്ധമായത് അയ്യത്തഖില്ലാഹ സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വയുള്ളവനാകുക എന്നാണ്. വഇദാ കാന യുരീദു അൻ യദ്ഉ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഒരാൾ വിളിക്കണം, ദഅവത്ത് ചെയ്യണം എന്ന് ഒരാൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫൽയഅരിഫ് മാ ഹിയ ദഅവ, അവൻ ദഅവത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. വമാ ഹിയ ഉസൂലു ദഅവ, ദഅവത്തിൻ്റെ അസ്ൽ എന്താണ് എന്ന് മനസ്സിലാക്കണം, അടിസ്ഥാനങ്ങൾ. വമൽ മത്ലൂബ് മിന ദാഇയ, പ്രബോധകരിൽ നിന്ന് എന്താണ് തേടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. വയകൂന അലാ ത്വരീഖത്തി ഇബ്രാഹിം അലൈഹിസ്സലാം വഗൈരി മിനൻ നബിയ്യീന, ഇബ്രാഹിം അലൈഹിസ്സലാം അതുപോലെ മറ്റു നബിമാർ അവരുടെ വഴിയേ ആയിരിക്കണം. അല്ലദീന തബറഉ മിനൽ മുശ്രിക്കീൻ, അവരൊക്കെ എന്താണ്, മുശ്രിക്കീങ്ങളിൽ നിന്ന് മുക്തരായിരുന്നു. വഖാതഉഹും, അവരുമായി അങ്ങനെയുള്ള ആദർശ ബന്ധങ്ങൾ, എല്ലാ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ചവരായിരുന്നു. ബഅദമാ തബറഉ മിന ഷിർക്കി, അവർ ഷിർക്കിൽ നിന്ന് മുക്തരായി കൈയൊഴിഞ്ഞ ശേഷം. വഖലസുൽ ഇബാദത ലില്ലാഹി വഹദഹ്, അള്ളാഹുവിന് മാത്രം അവർ ഇബാദത്ത് തനിച്ചാക്കി. സുമ്മ ഖാല ശൈഖ് റഹിമഹുല്ലാഹ്, പിന്നെ ഷെയ്ഖ് അവர்கள் പറഞ്ഞു, വഖാല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് പറയണം, വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, വല്ലദീന ഒരു കൂട്ടരുമാണ്, ഒരു കൂട്ടരാണ് അവർ, ഹും അവർ ബിറബ്ബിഹിം അവരുടെ റബ്ബിങ്ങിനെ കൊണ്ട് ലാ യുശ്രികൂൻ ഷിർക്ക് ചെയ്യുന്നവരല്ല. സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ, സത്യവിശ്വാസികളുടെ വിശേഷണമായിട്ട് പറയണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇത് ഇനി പറയുന്നത് സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ ആയത്താണ്. ഹാദിഹി സിഫത്തും മിന സിഫാത്തില്ലത്തി ദക്കറഹ അല്ലാഹു ഫീ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞ സിഫത്തുകൾ, വിശേഷണങ്ങളാണിത്. ബിസ്സാബിഖീന ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാണ്. താഴെ അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ, ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ, ഹും അവർ, മിൻ ഖശ്യതി റബ്ബിഹിം അള്ളാഹുവിനോടുള്ള പേടിയാൽ, മുഷ്ഫിഖൂൻ അവർ ഭയപ്പാടിലായിരിക്കും, അങ്ങനെയുള്ളവരാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 57-ാമത്തെ ആയത്ത്. ഹാദിഹി സിഫത്തുൽ ഉല, ഇതാണ് ഒന്നാമത്തെ വിശേഷണം. അസിഫത്തു സാനിയ, രണ്ടാമത്തെ വിശേഷണം, വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, വല്ലദീന ഹും അവർ കൂട്ടരാണ്, ബി ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളിൽ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നവരാണ്. അസിഫത്തു സാലിസ, മൂന്നാമത്തെ സിഫത്ത്, വഹിയ അൽ അദീമ, അത് മഹത്തായ ഒരു സിഫത്ത് വിശേഷണമാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, വല്ലദീന അവർ കൂട്ടരാണ്, ഹും അവർ, ഹും ബിറബ്ബിഹിം അവരുടെ റബ്ബിനെ കൊണ്ട് ലാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നവരല്ല, ഷിർക്ക് ചെയ്യുന്നവരല്ല. അസിഫത്തുർ റാബിയ, നാലാമത്തെ സിഫത്ത്, വല്ലദീന യുതൂന മാ ആതൗ, അവർക്ക് നൽകുന്നത് അവർ കൊടുക്കുന്നവരാണ്. വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങളാകട്ടെ വജിലത്ത് ആയിരിക്കും. വജിലത്ത് കുലൂബുഹും എന്നറിയില്ല, അവരുടെ കുലൂബ് ഹൃദയങ്ങൾ പ്രകമ്പനങ്ങളും ഭയപ്പാട് കൊണ്ട്, അള്ളാഹുവിനുള്ള ഭയം കൊണ്ട്, അങ്ങനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നൽകുന്നവരായിരിക്കും, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നിശ്ചയം അവർ അവരുടെ റബ്ബിങ്കലേക്ക് മടങ്ങുന്നവരാണ് എന്ന ബോധ്യമുള്ളവരായിരിക്കും, ആ ഒരു പേടി ഭയപ്പാട് ഉള്ളവരായിരിക്കും. ഹാദിഹി സിഫാത്തുൽ അദീമത്തു, ഈ മഹത്തായ വിശേഷണങ്ങൾ, ഹിയ ഹഖീഖത്തു തൗഹീദി, ഇത് തൗഹീദിൻ്റെ യാഥാർത്ഥ്യമാണ്. മിൻ ജമീഇ ശവാഇബി, എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള. ഹാദാ മുജ്മലുഹ, ഇതാണ് അതിൻ്റെ സമഗ്രമായിട്ടുള്ള കാര്യം. വഇലൈക തഫ്സീലുഹ, ഇനി നിനക്ക് ഇതിൻ്റെ വിശദീകരണം പറഞ്ഞു തരാം എന്നതാണ്.
എന്നിട്ട് വിശദമായിട്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവർ ഓരോ സിഫത്തിനെ കുറിച്ചും പറയാം. അസ്സിഫത്തുൽ ഉല, ഒന്നാമത്തെ വിശേഷണം, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, ഹും അവർ, മിൻ ഖശ്യതി റബ്ബിഹിം അവരുടെ റബ്ബിങ്കലുള്ള അവരുടെ റബ്ബിനോടുള്ള ഭയത്താൽ, മുഷ്ഫിഖൂൻ അവർ ഭയപ്പാടിലായിരിക്കുമെന്ന്. അൽ ഖശ്യത്തു മിൻ അഅ്മാലിൽ ഖൽബ്. ഖശ്യത്ത് അള്ളാഹുവിലുള്ള ഭയം എന്നത് അതെന്താണ്? ഖൽബിൻ്റെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അതൊരു തരം കർമ്മമാണ്. വഹിയ അൽ വജലു മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലുള്ള ഭയപ്പാട് ആണ്, വജൽ ആണ്. വൽ ഖൗഫു മിൻ ഇഖാബിഹി, അവൻ്റെ ശിക്ഷയെ തൊട്ടുള്ള പേടിയുമാണ്. ഖശ്യത മിൻഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അൻ യുആഖിബൽ ആസി, പാപിയെ അവൻ ശിക്ഷിക്കുമെന്ന ആ ഭയം. വൽ മുദ്നിബ, തെറ്റ് ചെയ്തവനെ, അല മഅസിയതിഹി, അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ. അങ്ങനെയൊരു ഭയം സത്യവിശ്വാസിക്ക് അതേപോലെ സാബിഖീങ്ങൾക്ക് ഉണ്ടാകുമെന്ന്. വമിൻ അഅ്ളമി അൻവാഇൽ ഇബാദത്തി, അത് ഇബാദത്തുകളുടെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് ഖശ്യത്ത് എന്നത്. ഖൽബിൻ്റെ ഇബാദത്താണ്, ഖൽബിൻ്റെ അമലാണത്. അൽ ഖൗഫു വൽ ഖശ്യത്തു വർ റഗ്ബത്തു വർ റഹ്ബത്തു വർ റജാഉ. അപ്പോൾ എന്തൊക്കെ? അൽ ഖൗഫ് ഭയം, ഖശ്യത്ത് പേടി, റഗ്ബത്ത് അതൊക്കെ, റഗ്ബത്ത് എന്ന് പറയുമ്പോൾ ആഗ്രഹം, കൊതി, അള്ളാഹുവിലുള്ള ആ പ്രതീക്ഷ. റഹ്ബത്ത് പേടി തന്നെ. റജാ ആശ, പ്രതീക്ഷ ഒക്കെയാണ്. കുല്ലു ഹാദിഹി മിൻ അഅ്മാലിൽ ഖൽബ്, ഇതൊക്കെ ഹൃദയത്തിൻ്റെ അമലുകളിൽപ്പെട്ടതാണ്. ഇല്ല അന്നൽ ഖൗഫ ലാ യജൂസു അൻ യസില ഇലാ ഹദ്ദിൽ ഖനൂത്തി. എന്നാൽ പേടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള പേടിയാകാൻ പാടില്ല, ഏതുവരെ എത്താൻ പാടില്ല? ഖനൂത്ത് വരെ എത്താൻ പാടില്ല. മുഖ്നിത്തികൾ അല്ലാഹുവിന് ഇഷ്ടമല്ല, നിരാശ ബാധിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ നിരാശയോളം എത്തുന്ന പേടിയാകാൻ പാടില്ല എന്ന്. അതേപോലെ ബൽ യകൂനു ഖൗഫൻ മഖ്റൂനൻ ബിർറജാഇ, പ്രതീക്ഷ, ആശയോടൊപ്പമുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഭയപ്പാട് ആയിരിക്കണം എന്നതാണ്. ലാ യഅ്സൂന മിർ റൗഹില്ലാ, സത്യവിശ്വാസികൾ എങ്ങനെയാണ്? അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് യഇസ് ആവില്ല, അവർ നിരാശരാവുകയില്ല എന്നാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നഹു ലാ യഅ്സു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഇന്നഹു ലാ യഅ്സു മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാവുകയില്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഒഴികെ, ജനത ഒഴികെ. വറജാഉ ലാ യകൂനു ബിദൂനി ഖൗഫിൻ മിൻ മക്രില്ലാഹ്. വറജാഉ, ഇനി പ്രതീക്ഷ, ആശ എന്നതുണ്ടല്ലോ, അത് ലാ യകൂനതാവുകയില്ല ബിദൂനി ഖൗഫിൻ മിൻ മക്രില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ തന്ത്രത്തെ ഭയക്കുന്നത് കൂടാതെ ആവരുത്. വലാ യഅ്മനൂന മിൻ മക്രില്ലാഹ്, അതേപോലെ എന്താവരില്ല, സത്യവിശ്വാസികൾ എന്താവില്ല. അപ്പോൾ റജാ, സത്യവിശ്വാസികൾ റജാ എന്തായിരിക്കും? അത് അവർ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ ഭയന്നുകൊണ്ട് അല്ലാതെ ഒരു റജാ ആയിരിക്കില്ല. അതേപോലെ വലാ യഅ്മനൂന മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ അവർക്ക് നിർഭയത്വം ഉണ്ടാവില്ല, പിന്നെ അത് അവർക്ക് പേടിയുണ്ട്. വയഅ്തമിദൂന അല റജാഇ ഫഖത്ത് വയത്റുകൂനൽ ഖൗഫ്, അതേപോലെ അവർ പ്രതീക്ഷ, അള്ളാഹുവിലുള്ള ആശ മാത്രം, എന്നിട്ട് അള്ളാഹുവിലുള്ള ഭയം ഒഴിവാക്കി, അങ്ങനെ ഒരവസ്ഥ അവർക്കുണ്ടാവില്ല എന്നാണ്. അഫ അമിനൂ മക്റല്ലാഹി ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹു പറയണേ, അഫ അമിനൂ മക്റല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരാണോ? ഫലാ യഅ്മനു മക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ മക്ർ തന്ത്രത്തെ ആരും നിർഭയരാവുകയില്ല. ആര്? ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജിതരായ ജനത ഒഴികെ. അപ്പോൾ പരാജിതരാണ് അള്ളാഹുവിൻ്റെ മക്റിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് പേടി ഇല്ലാത്തവർ, നിർഭയത്വമുള്ളവർ എന്ന്. ബലിൽ മത്ലൂബു അൽ ജംഉ ബൈനൽ ഖൗഫി വറജാ. അപ്പോൾ തേടപ്പെടുന്ന കാര്യം എന്താണ്? പേടിയുടെയും പ്രതീക്ഷയുടെയും ആശയുടെയും ഇടയിലായിരിക്കണം, അത് തമ്മിൽ സംയോജിപ്പിക്കണം. ഫലാ യഖാഫു ഹത്താ യഖ്നത, അപ്പോൾ നിരാശനാകുവോളം ഉള്ള പേടി, അത്തരത്തിലുള്ള പേടി പാടില്ല. വലാ യർജൂ ഹത്താ യഅ്മന മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് നിർഭയത്വം ആകുന്ന വിധത്തിലുള്ള റജാവും പാടില്ല, അത്തരത്തിലുള്ള ആശയും പാടില്ല. ബൽ യകൂനു മുതആദിലൻ, പക്ഷേ അവനെന്ത് ചെയ്യണം? പിന്നെ ഒരു അതിൽ വേണം, ഇതിൻ്റെ ഇടയിൽ ഒരു സമതുലിതാവസ്ഥ വേണം. വലിഹാദാ യഖൂലുൽ ഉലമാ, ഇക്കാരണത്താൽ പണ്ഡിതന്മാർ പറയുന്നു, അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാഇ, സത്യവിശ്വാസി ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിലായിരിക്കും. ഖൗഫ് പേടി, റജാ ആശ. കത്വാഇരി ബിജനാഹൈനി ലൗ
ഇഖ്തല്ല ജനാഹൻ മിനൽ ജനാഹം മിനൽ ലൗ ഇഖ്തല്ല ജനാഹും മിനൽ അജ്നിഹത്തി സഖത ത്വായിറു. ഏതുപോലെ? കത്വായിരി, ഒരു പക്ഷിയെ പോലെ. ബി ജനാഹൈനി, അതിന് രണ്ട് ചിറകുകളുണ്ട്. ലൗ ഇഖ്തല്ല ജനാഹും മിനൽ അജ്നിഹത്തി, അതിൻ്റെ ആ രണ്ട് ചിറകുകളിൽ ഒരു ചിറക് അറ്റുപോയാൽ, ഒരു ചിറക് ഇല്ലാതായാൽ, സഖത ത്വായിർ, ആ പക്ഷി എന്താകും? താഴെ വീഴും. കദാലിക്കൽ മുഅ്മിൻ, അപ്രകാരമാണ് സത്യവിശ്വാസി. ഇദഖ്തല്ല ഖൗഫുഹു ഔ റജാഉഹു സഖത, അവൻ്റെ ഭയം അല്ലെങ്കിൽ ആശ, ഇത് രണ്ടിലൊന്ന്, ഏതെങ്കിലും ഒന്ന് അത് നഷ്ടപ്പെട്ടു പോയാൽ എന്താകും? അവന് വീണു പോകും എന്നതാണ്.